നമസ്കാരം. ഷെക്കീന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഞാൻ ജോളി ജോസ്. ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. ഗാസ നിവാസികളെ പുനരധിവസിപ്പിക്കാൻ മൊറോക്കോ, പുണ്ട്ലാൻഡ്, സൊമാലിലാൻഡ് എന്നീ രാജ്യങ്ങളിലാണ് അമേരിക്ക പരിഗണിക്കുന്നത്. ഗാസ മുനമ്പ് അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊപ്പമുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലായിരുന്നു ട്രംപിന്റെ അപ്രതീക്ഷിത പ്രസ്താവന. ഗാസ ഏറ്റെടുക്കുന്നതിലൂടെ US സാമ്പത്തിക വികസനത്തിന് വഴിതെളിക്കുമെന്നും അത് പ്രദേശത്തെ ജനങ്ങൾക്ക് ഒട്ടനവധി തൊഴിലവസരങ്ങളും വാസസ്ഥലങ്ങളും നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇസ്രായേലിന്റെ അയൽ രാജ്യങ്ങൾക്കു മാത്രമല്ല മിഡിൽ ഈസ്റ്റിന് മുഴുവൻ സ്ഥിരത കൈവരുത്തുന്നതിനുള്ള മാർഗമായാണ് ഗാസ ഏറ്റെടുക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. ഗാസയുടെ ഉടമസ്ഥത അമേരിക്ക ഏറ്റെടുക്കുന്ന ആശയം താൻ കൂടിയാലോചിച്ച ഏവർക്കും സ്വീകാര്യമായിരുന്നുവെന്നും ട്രംപ് വിശദമാക്കി. താനിത് വളരെ സൂക്ഷ്മമായി എല്ലാ ദൃഷ്ടികോണുകളിൽ നിന്നും പഠിച്ചിട്ടുണ്ടെന്നും ട്രംപ് വ്യക്തമാക്കി. കൂട്ടക്കൊലകളും നശീകരണവും പിന്തുടരുന്ന ഒരേ പ്രക്രിയ ഗാസയുടെ ചരിത്രത്തിൽ ഇനിയും സംഭവിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ആരാഞ്ഞ ട്രംപ് ഗാസ മുനമ്പിനെ മരണത്തിന്റെയും നാശത്തിന്റെയും പ്രതീകമായി വിശേഷിപ്പിച്ചു. പ്രദേശത്തെ വ്യാപകമായ നാശത്തെ തുടർന്ന് ഗാസയിലെ നിവാസികളെ ഈജിപ്ത്, ജോർദാൻ തുടങ്ങിയ അയൽരാജ്യങ്ങളിലേക്ക് മാറ്റാനുള്ള ട്രംപിന്റെ മുൻ നിർദ്ദേശങ്ങളെ തുടർന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ക്രൈസ്തവ വിരുദ്ധ പക്ഷപാതത്തിനെതിരെ പോരാടുന്നതിന് പുതിയ ഡിപ്പാർട്ട്മെന്റ് ജസ്റ്റിസ് ടാസ്ക് ഫോഴ്സ് പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വാഷിംഗ്ടൺ ഹിൽട്ടണിൽ 73ാമത് വാർഷിക ദേശീയ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റിൽ വെച്ചായിരുന്നു ക്രൈസ്തവ സമൂഹത്തെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഈ പ്രഖ്യാപനങ്ങൾ ട്രംപ് നടത്തിയത്. ലിബറൽ വാദങ്ങളുടെ കുരുക്കിൽപ്പെട്ട് പാശ്ചാത്യ ക്രൈസ്തവ രാഷ്ട്രങ്ങളിലെ യാഥാസ്ഥിതിക ക്രൈസ്തവ വിശ്വാസം പലതരത്തിലാണ് ഹനിക്കപ്പെട്ടത്. കറൻസിയിൽ പോലും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ടെങ്കിലും വർദ്ധിച്ചു വന്ന ലെഫ്റ്റ് ലിബറൽ വാദങ്ങളും സ്വവർഗ വീഴ്ചകളും കുത്തൊഴിഞ്ഞ ജീവിത രീതികളും ലൈംഗിക അരാജത്വങ്ങളുമെല്ലാം അമേരിക്കയെ കൊണ്ടെത്തിച്ചത് കടുത്ത ധാർമ്മിക അധപ്പതനത്തിലേക്കും വിശ്വാസ ത്യാഗത്തിലേക്കുമായിരുന്നു. എന്നാൽ ക്രൈസ്തവ വിശ്വാസത്തെയും യേശുക്രിസ്തുവിനെയും പരിശുദ്ധ ബൈബിളുമെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രസിഡന്റ് പദവിയിലേക്കെത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾ ക്രൈസ്തവികതയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന പ്രതീക്ഷയോടെ തന്നെയായിരുന്നു അമേരിക്കയിലെയും ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സമൂഹവും. അവരുടെ അത്തരം പ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് വിശ്വാസ സംരക്ഷണത്തിനും ക്രൈസ്തവ വിരുദ്ധ പ്രവണതകളെ ചെറുക്കാനുമായി അമേരിക്കയിൽ കമ്മീഷനെ നിയമിക്കാനുള്ള നീക്കവുമായി ട്രംപ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. നാഷണൽ പ്രെയർ ബ്രേക്ക്ഫാസ്റ്റ് സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ ക്രൈസ്തവ വിരുദ്ധ പക്ഷപാതം ഇല്ലാതാക്കാനും ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാത്തരം ക്രൈസ്തവ വിരുദ്ധ ലക്ഷ്യങ്ങളും വിവേചനങ്ങളും തടയാനും US അറ്റോർണി ജനറൽ പാംബോണ്ടി ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുമെന്ന് ട്രംപ് വ്യക്തമാക്കി. പരിപാടിക്കിടെ പാംബോണ്ടിയുടെ ഫോഴ്സിന്റെ നയത്തെക്കുറിച്ചും ട്രംപ് സൂചന നൽകി. ട്രംപിന്റെ പ്രഖ്യാപനം അമേരിക്കയിലെ ക്രൈസ്തവ ജനവിഭാഗത്തിന് അടക്കാനാവാത്ത ആഹ്ലാദമായി മാറിയിരിക്കുകയാണ്. താൻ രൂപീകരിക്കുന്ന ഈ പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനിലൂടെ ദൈവത്തിൽ വിശ്വസിക്കുക എന്ന മൗലികാവകാശം ഉയർത്തിപ്പിടിക്കാൻ പ്രവർത്തിക്കുമെന്നും ട്രംപ് പറഞ്ഞു. അമേരിക്കൻ ചരിത്രത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം മതസ്വാതന്ത്ര്യം ഹനിക്കപ്പെടുകയും ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് സമീപ വർഷങ്ങളിൽ താൻ കണ്ടതെന്നും ബൈഡൻ ഭരണകൂടം ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിട്ടിട്ടുണ്ടെന്നും അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഗർഭചിത്ര ക്ലിനിക്കിൽ പ്രവർത്തിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിന് തടവിലാക്കപ്പെട്ട 75കാരനായ പ്രോലൈഫ് ആക്ടിവിസ്റ്റ് എന്നും ട്രംപ് വ്യക്തമാക്കി. രാജ്യവ്യാപകമായി ക്രൈസ്തവരുടെയും മറ്റു മതവിശ്വാസികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുമെന്നും സമൂഹത്തിലെ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങളും നശീകരണ പ്രവർത്തനങ്ങളും പൂർണ്ണമായി വിചാരണ ചെയ്യുമെന്നും പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വൈറ്റ് ഹൌസിലായിരിക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളിലും സൈന്യത്തിലും ഗവൺമെന്റിലും ജോലിസ്ഥലങ്ങളിലും ആശുപത്രികളിലും പൊതുയിടങ്ങളിലും ക്രൈസ്തവരെ സംരക്ഷിക്കും. നമ്മൾ നമ്മുടെ രാജ്യത്തെ ദൈവത്തിന്റെ കീഴിൽ ഒരു രാഷ്ട്രമായി തിരികെ കൊണ്ടുവരുമെന്നും ട്രംപ് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പുതിയ പ്രസിഡൻഷ്യൽ കമ്മീഷനും വൈറ്റ് ഹൌസ് വിശ്വാസ കാര്യാലയവും ടെലി ഇവാഞ്ചലിസ്റ്റ് റെവറൻഡ് ഫാദർ പോള വൈറ്റ് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. 2023 ഒക്ടോബർ 7 ഹമാസ് ഭീകരർ പിടികൂടിയ ഇസ്രായേൽ ബന്ദികളാക്കിയ നിരവധി കുടുംബങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. നിങ്ങളെ ഞങ്ങളുടെ ഹൃദയങ്ങളിലും പ്രാർത്ഥനകളിലും സൂക്ഷിക്കുന്നുണ്ടെന്നും പ്രസിഡന്റ് എന്ന നിലയിൽ അവസാനത്തെ ബന്ദിയെ തിരികെ കൊണ്ടുവരുന്നതുവരെ വിശ്രമമില്ല എന്നും ട്രംപ് അവരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേറ്റിയുടനെ ട്രംപ് സ്വീകരിച്ച ചില കർക്കശ നയങ്ങളിൽ വിവാദം ഉയർന്നെങ്കിലും പീഡനങ്ങളും വിവേചനങ്ങളും അനുഭവിക്കുന്ന ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് ക്രൈസ്തവർ നോക്കിക്കാണുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.
അനധികൃത കുടിയേറ്റക്കാരെന്ന് കണ്ടെത്തി അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചാണ് എത്തിച്ചതെന്നുള്ള ആരോപണം വിവാദമാകുന്നു. മടങ്ങിയെത്തിയവരെ വിലങ്ങുവെച്ചാണ് കൊണ്ടുവന്നതെന്ന വാദം പ്രസ് ഇന്റർനാഷണൽ ബ്യൂറോ തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എന്നാൽ വിലങ്ങുവെച്ച് വിമാനത്തിൽ കയറ്റിയത് അപമാനകരമെന്ന് വ്യക്തമാക്കി പ്രതിഷേധവുമായി കോൺഗ്രസ് പാർട്ടി രംഗത്തെത്തിയിരുന്നു. അമേരിക്ക ഇന്ത്യയിലേക്ക് തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ കൈവിലങ്ങണിയിച്ചും കാൽ ബന്ധിച്ചുമല്ല ഇന്ത്യയിൽ എത്തിച്ചതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വ്യക്തമാക്കി. ഗ്വാട്ടിമലയിലേക്ക് അയച്ച അനധികൃത കുടിയേറ്റക്കാരുടെ ദൃശ്യമാണ് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിച്ച അനധികൃത കുടിയേറ്റക്കാരുടേതെന്ന നിലയിൽ പ്രചരിക്കുന്നതെന്നും കേന്ദ്ര സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന PIB വിശദീകരിച്ചു. എന്നാൽ ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ചെത്തിച്ച ചിത്രങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇത് അപമാനകരമെന്ന് വ്യക്തമാക്കി പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. ഇന്ത്യക്കാരെ വിമാനത്തിൽ വിലങ്ങ് വെച്ചാണോ കൊണ്ടുവന്നതെന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരാണ് നിലപാട് വ്യക്തമാക്കേണ്ടതെന്നും കേന്ദ്രം മറുപടി പറയണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഇന്ത്യൻ സമയം ഇന്നലെ ഉച്ചയ്ക്ക് 2:05 അമേരിക്കൻ സൈനിക വിമാനം അമൃത്സറിൽ ഇറങ്ങിയത്. C-17 US സൈനിക ട്രാൻസ്പോർട്ട് വിമാനത്തിലാണ് നാടുകടത്തിയവരെ തിരിച്ചെത്തിച്ചത്. അമേരിക്ക മെക്സിക്കോ അതിർത്തി വഴി അമേരിക്കയിലേക്ക് എത്തിയവരെയാണ് പിടികൂടി തിരിച്ചയച്ചതെന്ന് പഞ്ചാബ് സർക്കാർ സ്ഥിരീകരിച്ചു. സാൻഡിഗോ മറീൻ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട പരിമിത സൗകര്യങ്ങളുള്ള സൈനിക വിമാനത്തിൽ 40 മണിക്കൂർ യാത്ര ചെയ്ത ശേഷമാണ് ഇവർ അമൃത്സറിൽ ഇറങ്ങിയത്. ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്ന് 33 പേർ വീതം തിരിച്ചെത്തി. പഞ്ചാബിൽ നിന്നും 30 പേരുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ചണ്ഡീഗഡിൽ നിന്ന് 2 പേരുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. തിരികെത്തിയ ഇന്ത്യക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു. തിരിച്ചെത്തിയവർക്കെതിരെ ക്രിമിനൽ കേസുകളുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. മതസ്വാതന്ത്ര്യത്തിന്റെ ക്രൈസ്തവ വേരുകളെ സഭാ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. രാജ്യത്തിന് അകത്തും പുറത്തും മതസ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതിനുള്ള ട്രംപ് വാൻസ് ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വ്യക്തമാക്കിയും ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഉച്ചകോടിയിൽ JD വാൻസ് നടത്തിയ പ്രസംഗം ആഗോള ശ്രദ്ധ നേടുന്നു. ഉക്രൈൻ ഇസ്രായേൽ സഭാ ചരിത്രകാരനായ കാർത്തേജിലെ തെർത്തുല്യനെയും മറ്റ് ആദ്യകാല സഭാപിതാക്കന്മാരുടെ പഠനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യത്തിൻ്റെ ക്രൈസ്തവ വേരുകളെ വ്യക്തമാക്കി US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ഫെബ്രുവരി 5 വാഷിംഗ്ടൺ DC നടന്ന അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യ ഉച്ചകോടിയിലാണ് മതസ്വാതന്ത്ര്യത്തിൻ്റെ ക്രൈസ്തവ വേരുകളെ സഭാ പഠനങ്ങളിലൂടെ വ്യക്തമാക്കിയ വാൻസിൻ്റെ പരാമർശങ്ങൾ ആഗോള ശ്രദ്ധ നേടി. ആഭ്യന്തര അന്തർദേശീയ തലങ്ങളിൽ മതസ്വാതന്ത്ര്യത്തിനു വേണ്ടി 2ാം ട്രംപ് ഭരണകൂടം പോരാടുന്നത് തുടരുമെന്നും അദ്ദേഹം പ്രസംഗാവസരത്തിൽ പ്രതിജ്ഞ ചെയ്തു. ആഗോള മതസ്വാതന്ത്ര്യ നേതാക്കളെയും അഭിഭാഷകരെയും ലോകമെമ്പാടുമുള്ള മതസ്വാതന്ത്ര്യത്തെ പിന്തുണയ്ക്കുന്ന സിവിൽ സൊസൈറ്റി അഭിനേതാക്കളുടെ വൈവിധ്യമാർന്ന കൂട്ടായ്മയെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന വാർഷിക ദ്വിതീയ പരിപാടിയാണ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം സമ്മിറ്റ്. മതസ്വാതന്ത്ര്യത്തിൻ്റെ വേരുകളും അർത്ഥവും പര്യവേഷണം ചെയ്തുകൊണ്ട് ഫെബ്രുവരി 5 വൈസ് പ്രസിഡന്റ് വാൻസ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മതസ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിലവിലെ ഭരണകൂടത്തിൻ്റെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞ വാൻസ് ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ ദുരവസ്ഥ ഉയർത്തിക്കാട്ടുകയും ചെയ്തു. സഭ ചരിത്രകാരനായ കാർത്തേജിലെ ടെർത്തുല്യൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ട് മതസ്വാതന്ത്ര്യം ക്രിസ്ത്യൻ വിശ്വാസത്തിൻ്റെ കേന്ദ്രീകൃത സങ്കല്പങ്ങളിൽ വേരൂന്നിയതാണെന്ന് വൈസ് പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞു. അമേരിക്കൻ സ്ഥാപക പിതാക്കന്മാരുടെ ഭൗതിക മുൻഗാമികളായി ആദിമസഭാപിതാക്കന്മാർ സേവനമനുഷ്ഠിച്ചുവെന്നും ആദ്യകാല സഭാപഠനങ്ങൾ അമേരിക്കയിൽ മതസ്വാതന്ത്ര്യം എന്ന ആശയം വികസിപ്പിച്ചെടുക്കാൻ വളരെയധികം സഹായിച്ചുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. മതസ്വാതന്ത്ര്യം കേവലം നിയമപരമായ സംരക്ഷണമല്ലെന്നും വിശ്വാസത്തിന് തഴച്ചു വളരാൻ കഴിയുന്ന ഒരു സംസ്കാരം വളർത്തിയെടുക്കലാണെന്നും വാൻസ് വിശദീകരിച്ചു. വിശുദ്ധവും സാർവത്രികവുമായി മതവിശ്വാസം ആളുകളെ ബന്ധിപ്പിക്കുന്നതിലൂടെ അയൽക്കാരോടും സമൂഹങ്ങളോടുമുള്ള മനുഷ്യൻ്റെ പ്രതിബദ്ധതയും ശക്തിപ്പെടുന്നുവെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചൈന, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിൽ മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ആദ്യത്തെ ട്രംപ് ഭരണകൂടത്തിൻ്റെ ശ്രമങ്ങളും വൈസ് പ്രസിഡന്റ് എടുത്തു പറഞ്ഞു. 2ാം ട്രംപ് ഭരണകൂടമാകട്ടെ അമേരിക്കക്കാർക്കെതിരായ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ മതപരമായ ആയുധവൽക്കരണം അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. ആദ്യ 2 ആഴ്ചയ്ക്കുള്ളിൽ അന്യായമായി പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ട പ്രൊലൈഫ് പ്രതിഷേധക്കാർക്ക് മാപ്പ് നൽകുകയും ഫെഡറൽ സെൻസർഷിപ്പ് അവസാനിപ്പിക്കുകയും ചെയ്തു. 2019 കത്തോലിക്ക വിശ്വാസം സ്വീകരിച്ച വൈസ് പ്രസിഡന്റ് JD വാൻസ് മതന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ അടിച്ചമർത്തുന്ന സർക്കാരുകൾക്കും ഇസ്ലാമിക ശക്തികൾക്കും ക്രൈസ്തവ പീഡനങ്ങൾക്കുമെതിരെ ശക്തമായി വാദിച്ച വ്യക്തിയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഉക്രൈൻ, ഇസ്രായേൽ, പാലസ്തീൻ എന്നിവിടങ്ങളിലേതുൾപ്പെടെ യുദ്ധത്തിന്റെ ദുരിതങ്ങളിലൂടെ കടന്നുപോകുന്ന ജനങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനകൾ അഭ്യർത്ഥിച്ച് ഫ്രാൻസിസ് പാപ്പ.
വത്തിക്കാനിൽ അനുവദിച്ച പൊതു കൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ പ്രാർത്ഥനകൾ ആവശ്യപ്പെട്ടത്. യുദ്ധം മൂലം കഷ്ടപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും ആഹ്വാനം ചെയ്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ. നിരവധി രാജ്യങ്ങളാണ് യുദ്ധങ്ങൾ മൂലം സഹനത്തിലൂടെ കടന്നുപോകുന്നതെന്ന് ഓർമ്മിപ്പിച്ച പാപ്പ യുക്രൈൻ, ഇസ്രായേൽ, പലസ്തീൻ എന്നിവിടങ്ങളെ പ്രത്യേകം പരാമർശിച്ചു. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കാനും പാപ്പ ആവശ്യപ്പെട്ടു. പൊതുകൂടിക്കാഴ്ചയുടെ അവസാനം ഇറ്റാലിയൻ ഭാഷക്കാരായ തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് യുദ്ധങ്ങളും സായുധ സംഘർഷങ്ങളും മൂലം ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള തന്റെ ആഹ്വാനം പാപ്പ പുതുക്കിയത്. ജീവൻ നശിപ്പിക്കുന്ന തിന്മയാണ് യുദ്ധമെന്ന് ഞായറാഴ്ച പാപ്പ ഓർമ്മിപ്പിച്ചിരുന്നു. ജൂബിലി വർഷത്തിന്റെ കൂടെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള എല്ലാ സംഘർഷങ്ങൾക്കും അറുതി വരുത്താനായി പരിശ്രമിക്കാനും തന്റെ പ്രഭാഷണത്തിൽ പാപ്പ ആഹ്വാനം ചെയ്തിരുന്നു. ചേർസ് ഡെസ്ക്, ഷെക്കിന ന്യൂസ്. അൾത്താരയിൽ കയറി കത്തോലിക്ക പുരോഹിതന് നേരെ ആക്രമണം. വാഷിംഗ്ടണിലെ സ്പൊക്കെയിനിലെ അവർ ലേഡി ഓഫ് ലൂർദ് കത്തീഡ്രലിലാണ് പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ ഫാദർ ഡേവിഡ് ഗെയ്നസ് എന്ന വൈദികൻ ആക്രമണത്തിന് ഇരയായത്. സംഭവത്തെ തുടർന്ന് ആക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫെബ്രുവരി 4-നാണ് വാഷിംഗ്ടണിലെ സ്പൊക്കെയിനിലെ അവർ ലേഡി ഓഫ് ലൂർദ് കത്തീഡ്രലിൽ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ കത്തോലിക്ക പുരോഹിതന് നേരെ ആക്രമണമുണ്ടായത്. ഫാദർ ഡേവിഡ് ഗെയ്നസ് ആണ് ആക്രമിക്കപ്പെട്ടത്. മുൻനിരയിൽ ജനങ്ങൾക്കൊപ്പം ഇരുന്നിരുന്ന അക്രമി യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ അൾത്താരയിൽ കയറി വൈദികനെ ആക്രമിച്ച് സമാധാനാന്തരീക്ഷം തകർക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ വാഷിംഗ്ടണിലെ സ്പൊക്കെയിൻ രൂപതാ ബിഷപ്പ് തോമസ് എഡാലെ കത്തീഡ്രലിലുണ്ടായിരുന്നു. ഫാദർ ഗെയ്ൻസിനെ സഹായിക്കാനും അക്രമിയെ പിടികൂടാനും ഇടവകക്കാർ മുൻകൈയെടുത്തു. അക്രമത്തിൽ ഫാദർ ഗെയ്ൻസിനോ മറ്റാർക്കും പരിക്കുകളില്ല. എന്നാൽ യാതൊരു പ്രകോപനങ്ങളുമില്ലാതെ നടത്തിയ ആക്രമണത്തിന്റെ നടുക്കത്തിലാണ് ഇടവക ജനങ്ങൾ. അക്രമകാരിയായ ജോഷ്വ ജെയിംസ് ഒമൻസിനെ അറസ്റ്റ് ചെയ്യുകയും കേസെടുക്കുകയും ചെയ്തു. അക്രമിയുടെ അറസ്റ്റിന് ശേഷം പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകിയ റെക്ടർ ഫാദർ ഡാരിൻ കോണാൽ ശുശ്രൂഷകൾ പൂർത്തിയാക്കുകയും തുടർന്ന് അക്രമിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്തു. യഥാസമയത്ത് പ്രതിരോധിച്ച ഇടവക സമൂഹത്തെ അഭിനന്ദിക്കുകയും നന്ദി പറയുകയും ചെയ്ത ഫാദർ കോണൽ ബിഷപ്പും ഫാദർ ഡേവിഡ് ഗെയ്ൻസും സുരക്ഷിതരാണെന്ന് അറിയിക്കുകയും ചെയ്തു. വർഷങ്ങളായി നിരവധി കുറ്റകൃത്യങ്ങൾക്ക് ഈ ദേവാലയം വേദിയാകുന്ന സാഹചര്യത്തിൽ നിരവധി സുരക്ഷാ ക്രമീകരണങ്ങളാണ് സ്പോക്കോയിലെ അവർ ലേഡി ഓഫ് ലൂർദ് കത്തീഡ്രലിൽ ഒരുക്കിയിരിക്കുന്നത്. ഞായറാഴ്ചയിലെ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ വരെ നിയമിച്ചിട്ടുണ്ടെന്നും ഫാദർ ഡാരിൻ കോണൽ വ്യക്തമാക്കി. ഫെബ്രുവരി 11-ന് ആഘോഷിക്കുന്ന ലൂർദ് മാതാവിന്റെ തിരുനാളിനോടനുബന്ധിച്ച് ഫെബ്രുവരി 2 മുതൽ ദേവാലയത്തിൽ നടന്നുവരുന്ന 9 ദിവസത്തെ രോഗശാന്തി ശുശ്രൂഷ പ്രാർത്ഥനകൾക്കിടയിലാണ് ഈ അപ്രതീക്ഷിത സംഭവം. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. കാനഡയ്ക്കും മെക്സിക്കോയ്ക്കുമെതിരെ പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ US മരവിപ്പിച്ചു. 1 മാസത്തേക്ക് തീരുവ ചുമത്തുന്ന നടപടി ഉണ്ടാകില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യത്തിൽ ധാരണയായത്. പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻബോയുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് നേരത്തെ മെക്സിക്കോയ്ക്കും ട്രംപ് ഇളവ് അനുവദിച്ചിരുന്നു. യുഎസിന്റെ ആവശ്യങ്ങൾക്ക് വഴങ്ങിയതോടെയാണ് മെക്സിക്കോയ്ക്ക് മേൽ പ്രഖ്യാപിച്ച 25% ഇറക്കുമതി തീരുവ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1 മാസത്തേക്ക് മരവിപ്പിക്കാൻ തീരുമാനിച്ചത്. അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം തടയുന്നതിന് അതിർത്തികളിൽ 10,000 സൈനികരെ നിയോഗിക്കുമെന്ന് ക്ലൗഡിയ ഷെയ്ൻബോ പറഞ്ഞു. ഫെബ്രുവരി 1 മുതൽ മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ 25% ഇറക്കുമതി തീരുവയും ചൈനയ്ക്കെതിരെ 10% ഇറക്കുമതി തീരുവയും ചുമത്തുമെന്നാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കാൻ ഒരുങ്ങുന്നുവെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ഇറാനെതിരെ ഉപരോധ നയം സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിലവിൽ നയം കടുപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകില്ലെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. ഉപരോധം പുനഃസ്ഥാപിക്കുന്നതിനുള്ള മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നതിനിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. ആണവ മേഖലയിൽ ഉൾപ്പെടെ ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയിലെ എല്ലാ വകുപ്പുകളോടും നിർദ്ദേശിക്കുന്ന മെമ്മോറാണ്ടത്തിലാണ് ട്രംപ് ഒപ്പുവെച്ചത്. ഇറാന്റെ അതിക്രമങ്ങളെ തടയുന്നതിന് ട്രംപ് ഭരണകൂടത്തിന് ഉപരോധം കൂടുതൽ കരുത്തേകുമെന്നാണ് വൈറ്റ് ഹൌസ് വിലയിരുത്തുന്നത്. കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നതിൽ ദുഃഖമുണ്ടെന്ന് ട്രംപ് പറഞ്ഞു. അമേരിക്കയുടെ ഈ നീക്കം ഇറാനെ സംബന്ധിച്ച് വളരെ പ്രതിസന്ധിയാണ്. പൂർണ്ണമായ മനസ്സോടെയല്ല മെമ്മോറാണ്ടത്തിൽ ഒപ്പുവയ്ക്കുന്നത്. പക്ഷേ എല്ലാവരും ഇതാണ് ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. എല്ലാവർക്കും സന്തോഷത്തോടെ ജീവിക്കുന്നതിന് ഇറാനുമായി ഒരു സന്ധി ഉണ്ടാക്കാനുള്ള സാധ്യതയും പരിശോധിക്കുമെന്ന് ട്രംപ് പറഞ്ഞു.
അതേസമയം തന്നെ വകവരുത്താനാണ് ഇറാന്റെ ഉദ്ദേശമെങ്കിൽ പിന്നെ ആ രാജ്യം ബാക്കി ഉണ്ടാവില്ലെന്നും തന്നെ വധിക്കുകയാണെങ്കിൽ ഇറാനെ തുടച്ചു നീക്കുന്നതിനുള്ള എല്ലാ നിർദ്ദേശവും ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കാന ന്യൂസ്. വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന 20 ലക്ഷത്തിലധികം ക്രൈസ്തവരെ ഹംഗേറിയൻ ഗവൺമെന്റ് സഹായിച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസ്റ്റൻ ആസ്ബേജ്. ലോകമെമ്പാടും ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ആശ്വാസമെത്തിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വിസമ്മതിച്ച യൂറോപ്യൻ യൂണിയനുള്ള മറുപടി കൂടിയാണ് ഈ സഹായഹസ്തം. US-ൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ക്രൈസ്തവരുടെ ദുരവസ്ഥയെക്കുറിച്ച് പരസ്യമായി ആശങ്ക പ്രകടിപ്പിക്കുന്ന രാജ്യമെന്ന നിലയിൽ യൂറോപ്യൻ യൂണിയനിൽ വേറിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഹംഗറി. പ്രധാനമന്ത്രി വിക്ടർ ഓർബന്റെ നേതൃത്വത്തിലുള്ള ഫിഡസ് പാർട്ടി ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പീപ്പിൾസ് പാർട്ടിയുമായി ചേർന്നുണ്ടാക്കിയ സഖ്യമാണ് ഹംഗറി ഭരിക്കുന്നത്. ഫിഡസ് ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ക്രൈസ്തവ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ്. അതേസമയം KDNP കൂടുതൽ ശക്തമായ ക്രൈസ്തവ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രോ ലൈഫ് നിലപാടുള്ള പരമ്പരാഗത കുടുംബ മൂല്യങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പാർട്ടിയാണ്. വിശ്വാസത്തിന്റെ പേരിൽ പീഡനം അനുഭവിക്കുന്ന 20 ലക്ഷത്തിലധികം ക്രൈസ്തവരെ ഹംഗേറിയൻ ഗവൺമെന്റ് സഹായിച്ചതായി പീഡിത ക്രൈസ്തവരെ സഹായിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്ന ഹംഗേറിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ട്രിസാൻ അസ്ബേജ് വെളിപ്പെടുത്തി. ലോകമെമ്പാടും ഏറ്റവും അധികം പീഡനം അനുഭവിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന് ആശ്വാസമെത്തിക്കുന്ന പദ്ധതികൾ നടപ്പാക്കാൻ വിസമ്മതിച്ച യൂറോപ്യൻ യൂണിയനുള്ള മറുപടി കൂടിയാണ് ഈ സഹായഹസ്തമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. US-ൽ നടത്തിയ സന്ദർശനത്തിനിടെയാണ് അദ്ദേഹം ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ചിക്കാഗോയിലും മറ്റ് മധ്യ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും നടത്തിയ സന്ദർശനത്തിനിടെ കിഴക്കൻ യൂറോപ്പിൽ നിന്നുള്ള വിവിധ ക്രൈസ്തവ സംഘടനകളിലെ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഹംഗറിയിൽ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായങ്ങളും നൽകുന്നുണ്ട്. 4 അതിലധികമോ കുട്ടികളുള്ള അമ്മമാർക്കുള്ള ആദായ നികുതി ഇളവാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന്. ഇത്തരം പദ്ധതികളിലൂടെ ജനന നിരക്കിൽ കാര്യമായ പുരോഗതി കൈവരിച്ച ചുരുക്കം ചില പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നായ ഹംഗറി 2021 മുതൽ 25 വരെയുള്ള വർഷത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്ക് കൈവരിച്ച രാജ്യമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹംഗേറിയൻ പ്രധാനമന്ത്രി വിക്ടർ ഓർബാനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ കാരണമായി. അതേസമയം തന്നെ ഹംഗറിയുടെ കുടിയേറ്റ വിരുദ്ധ നിലപാട് യൂറോപ്യൻ യൂണിയനുമായുള്ള കടുത്ത ഏറ്റുമുട്ടലിലേക്ക് നയിച്ചു. 2024 ജൂണിൽ യൂറോപ്യൻ കോടതി യൂറോപ്യൻ യൂണിയന്റെ കുടിയേറ്റ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിന് ഹംഗറിക്ക് ഭീമമായ പിഴ ചുമത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയനിലെ ഉദ്യോഗസ്ഥരുടെ സാമ്പത്തിക ബ്ലാക്ക്മെയിലിംഗിന് വഴങ്ങില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഓർബൻ ഈ ഉത്തരവിനോട് പ്രതികരിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്. ഷെക്കിന അമേരിക്കാസ് വീക്ക്ലി ന്യൂസ് റൗണ്ടപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം.